ജനുവരി 23 വിശുദ്ധ ദമ്പതികളുടെ വിവാഹ തിരുനാൾ. സോങ്. ദൈവം വിളിച്ചു നിയോഗിച്ചു നിങ്ങളെ, ആത്മാവാൽ ധന്യരായി തീർത്തു, ആത്മാവാൽ ധന്യരായി തീർത്തു. കർത്താവിൻ മനസ്സിൽ നനൂരൂപരാകുവിൻ, ദിവ്യമാം സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, ദിവ്യമാം സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ പോൽ ഭർത്താക്കന്മാർക്കെന്നും കീഴ്പ്പെടുവിൻ. സ്വന്തം ഹിതം മാത്രം നേടാൻ ശ്രമിക്കാതെ നിർമ്മല സ്നേഹം കൊടുത്തിടുവിൻ, നിർമ്മല സ്നേഹം കൊടുത്തിടുവിൻ. ഭർത്താക്കന്മാരെ നാഥനാം യേശുവിൻ മാതൃക നിങ്ങളും പിൻചൊല്ലുവിൻ, മാതൃക നിങ്ങളും പിൻചൊല്ലുവിൻ. മക്കളെ നിങ്ങളും മാതാപിതാക്കളെ സന്തോഷത്തോടെ അനുസരിപ്പിൻ, സന്തോഷത്തോടെ അനുസരിപ്പിൻ. മാതാപിതാക്കളും മക്കളും ഒന്നാകും സൽക്കുടുംബമല്ലോ ദേവാലയം, സൽക്കുടുംബമല്ലോ ദേവാലയം. അച്ഛനും അമ്മയും മക്കളുമെല്ലാം ഒന്നിച്ച് വാഴുന്ന ഗേഹം, ഈ ഗേഹമല്ലോ മണ്ണിലെ സ്വർഗം, ഈശ്വരൻ വാഴുന്ന ഗേഹം. സ്നേഹവും ത്യാഗവും എല്ലാവരും ഒന്നിച്ച് പങ്കുവച്ചിടുന്ന സ്നേഹം, പങ്കുവച്ചിടുന്ന സ്നേഹം. അച്ഛൻ വീടിന് മാർഗം, അമ്മ വീടിന് ദീപം. അച്ഛനും അമ്മയും പകലന്തിയോളം വേല ചെയ്യുന്നത് ആർക്കു വേണ്ടി, വേല ചെയ്യുന്നത് ആർക്കു വേണ്ടി. മക്കളെ നിങ്ങൾ മറക്കരുതേ മാതാപിതാക്കൾ തൻ ത്യാഗം, മാതാപിതാക്കൾ തൻ ത്യാഗം. അച്ഛനും അമ്മയ്ക്കും വാശി, അച്ഛനും മക്കൾക്കും വാശി, വാശിയും വൈര്യവും എല്ലാം മറന്ന് യേശുവിലൊന്നായി ചേരാം, യേശുവിലൊന്നായി ചേരാം, യേശുവിലൊന്നായി ചേരാം, യേശുവിൽ ഒന്നായി ചേരാം, യേശുവിലൊന്നായി ചേരാം, യേശുവിലൊന്നായി ചേരാം.
നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. റോമ 12:9. ഒരു ചിന്ത. ഒരുത്തൻ 6 വർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവന് PhD പാസ്സാവാൻ കഴിയാതെ പോയത് വെറും 25 ദിവസം ഒന്നിച്ച് കഴിഞ്ഞ ഭാര്യയുടെ ഐശ്വര്യക്കേടാണത്രേ. 200 പവൻ സ്വർണം സ്ത്രീധനമായി വാങ്ങിയപ്പോൾ അവനില്ലാതിരുന്ന ഐശ്വര്യക്കേട്. ആ സ്വർണത്തിനൊപ്പം കാറും വീടും വസ്തുവും അങ്ങനെ വാങ്ങാവുന്നതെല്ലാം സ്ത്രീധനമായി വാങ്ങിയപ്പോൾ അവനില്ലാതിരുന്ന ഐശ്വര്യക്കേട്. തലയിൽ ആൾതാമസമില്ലാത്തവനെ അയർലൻഡിലല്ല അതിൻ്റെ അപ്പുറം വിട്ടാലും അവൻ്റെ PhD കിട്ടാൻ പോണില്ല. അതിന് പാവപ്പെട്ട ഒരു പെൺകൊച്ച് എന്തു പിഴച്ചു? ഒടുവിൽ ദാണ്ടെ ഒരു പാട് കാലം അകന്ന് താമസിച്ച ശേഷം ഒരു മരണവീട്ടിൽ വെച്ച് തമ്മിൽ കണ്ടപ്പോൾ യാത്ര പറയാൻ ചെന്ന ആ പെൺകൊച്ചിനോട് നീ ആരാ എന്ന് താലിയെട്ടിയവൻ്റെ ചോദ്യം. ഏതു പെണ്ണും തകർന്നു പോവില്ലേ? അതും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മുന്നിൽ വെച്ചുള്ള ചോദ്യം. ആ മനോവേദനയിൽ ആ പെൺകുട്ടി, ആ ഭാര്യ, അവൾ ജീവിതം അവസാനിപ്പിച്ചു. നീ ആരാ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തന്ത 200 പവനും അതിൻ്റെ ഇരട്ടി സ്വത്തും തന്ന് വിലയ്ക്ക് വാങ്ങിയ വിത്തുകാളയാടാ നീ എന്ന് പറഞ്ഞ് ആ പെൺകൊച്ച് മാസായി നടന്നു പോയിരുന്നെങ്കിൽ അവിടെ വെച്ച് അവൻ നിന്ന നിൽപ്പിൽ ഉരുകിയേനെ. അതൊരു പാവം പെൺകുട്ടി ആയതുകൊണ്ട് അത് കഴിഞ്ഞില്ല. ഇത്തരം വിത്തുകാളകളെ വിലയ്ക്ക് വാങ്ങിക്കുന്ന അച്ഛനമ്മമാരോടാണ് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചത് സ്വരുക്കൂട്ടി അറവുമാടുകളെ ഇറച്ചിക്കടയിലേക്ക് അയക്കും പോലെ എന്തിനാണ് നിങ്ങളുടെ പെൺമക്കളെ പറഞ്ഞയക്കുന്നത്? ഇനി അഥവാ അങ്ങനെ അയച്ചിട്ട് ചെന്ന് കയറുന്ന ഇടം പാകമല്ലെന്ന് കണ്ടാൽ ഇറങ്ങിപ്പോരാനുള്ള ധൈര്യം കൂടി അവർക്ക് നൽകാത്തത് എന്തേ? ജിബ്രാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളാണെന്നത് ശരിയാണ്. പക്ഷേ അവരെ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ മക്കളാക്കരുത്. പെണ്ണാലോചന കഴിഞ്ഞ് പെൺകുട്ടിക്ക് നിങ്ങൾ എന്തു കൊടുക്കും എന്ന ചോദ്യം ഉയരുമ്പോൾ പണ്ടൊരു കാരണവർ പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ ചോറും കറികളുമാണ് അവൾക്ക് കൊടുക്കാറ് എന്ന് പുച്ഛിച്ച് തള്ളിയേക്കണം. അല്ലെങ്കിൽ ഐശ്വര്യക്കേടിൻ്റെ കഥകൾ മെനയുന്ന നമുക്ക് നേരെ തിരഞ്ഞു കുത്തുന്ന ഇത്തരം വിത്തുകാളകളെ വിലയ്ക്ക് വാങ്ങേണ്ടി വരും. ഒരു പെൺകുട്ടിക്കും ആ ഗതി വരാതിരിക്കട്ടെ. കടപ്പാട്. ഒരു ചിന്ത. നഷ്ടപ്പെടുന്ന നിമിഷം വരെയും നാളെയാവട്ടെ എന്ന് കരുതി മാറ്റിവെക്കും. ഒടുവിൽ നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിയുന്ന നിമിഷം കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയും. മനുഷ്യരിലേറെയും അങ്ങനെയാണ്. ഹൃദയം കൊണ്ട് ഏറെ സ്നേഹിച്ച മനുഷ്യരൊക്കെ കയ്യെത്തും ദൂരത്ത് ഒരു വിളിപ്പാടകലെ ഉണ്ടായിരുന്നാൽ പോലും അവരോട് പറയാൻ, അവർക്ക് വേണ്ടി ചെയ്യാൻ ഏറെ ആഗ്രഹിച്ച പലതും പിന്നെയാവട്ടെ എന്ന് മാറ്റിവെക്കും. നമ്മളൊക്കെയും ഒരു
ഒരു ടോക്കൺ നമ്പർ കാത്തിരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഒരു ടോക്കൺ നമ്പർ കാത്തിരിക്കുന്നവരാണ്. ആരുടെ നമ്പറാണ് ആദ്യം വിളിക്കുന്നത് എന്ന് ഒരു ഉറപ്പുമില്ലാത്തവർ. നിലച്ചുപോയ ശ്വാസത്തിൽ നിന്ന് പുനർജനിപ്പിക്കാനാവില്ല. അതിന് എത്ര പ്രിയപ്പെട്ടവരായാലും. ചലനമറ്റ് കിടക്കുന്ന മരവിച്ച ശരീരത്തിൽ ചുറ്റിപ്പിടിച്ച് കിടന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോകണമെന്ന് അലമുറയിട്ട് കരഞ്ഞിട്ട് എന്തു പ്രയോജനമാണുള്ളത്? ഒരുമിച്ച് പോകാൻ കൊതിച്ച ഇടങ്ങളിലേക്ക് പോകേണ്ട എന്ന് പരിതപിച്ചിട്ട് എന്ത് കാര്യം? ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ? പണ്ടേ പൊറുക്കാമായിരുന്നൊക്കെ പുറത്ത് കരഞ്ഞിട്ട് എന്തിന്? നമുക്കൊന്നുമില്ലാതെ നമുക്ക് മുന്നിലുണ്ടായിരുന്ന, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് അവർ മാഞ്ഞു കഴിയുമ്പോൾ പറയാൻ ബാക്കി വെച്ച വാക്കുകളുടെ മുള്ളുകൾ നമ്മളിലേക്ക് തുളച്ചു കയറും. ഒരിക്കലും പിഴുതെറിയാനാവാതെ നമ്മുടെ ഹൃദയത്തിൽ തറഞ്ഞിരിക്കും. ചില വിട്ടുകൊടുക്കലുകൾ, ചില ക്ഷമിക്കലുകൾ, ചില മറുപടികൾ, അങ്ങനെ പലതും നാളത്തേക്ക് നീട്ടിവെക്കുമ്പോൾ നമ്മൾ ഓർക്കാറില്ലല്ലോ നാളെ ഒരുപക്ഷെ നമ്മളിൽ ഒരാളെ ബാക്കിയുണ്ടാകൂ എന്ന്. സ്നേഹം പകരാൻ പോലും സമയമാകട്ടെ എന്ന് കാത്തിരിക്കുന്ന മനുഷ്യർക്ക് നാളെക്കുറിച്ച് എന്തുറപ്പാണുള്ളത്? കടപ്പാട്. ഒന്ന് ചിന്തിക്കാൻ. ഒരിക്കൽ 2 സുഹൃത്തുക്കൾ ഒരു ഗുരുവിനെ കാണാനെത്തി. ഗുരു അവരുടെ വരവിൻ്റെ ഉദ്ദേശം എന്തെന്ന് ആരാഞ്ഞപ്പോൾ ഒന്നാമൻ പറഞ്ഞു, ഗുരു, ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു. അതെൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. അങ്ങ് എനിക്ക് ഒരു ഉപദേശം തരണം. ഗുരു അയാളുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ രണ്ടാമൻ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന മട്ടിൽ കുറച്ച് ദൂരെ മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഗുരു രണ്ടാമനോട്, നിങ്ങൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഞാൻ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ള വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ തെറ്റുകളൊക്കെ വളരെ നിസ്സാരമായ തെറ്റുകളാണ്. ഗുരു ഇരുവരോടുമായി അവരവരുടെ തെറ്റുകൾക്കനുസരിച്ചുള്ള കല്ലുകൾ എടുത്തുകൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അല്പസമയത്തിനകം ഒന്നാമൻ ഒരു വലിയ കല്ലുമായി തിരികെ എത്തി. രണ്ടാമനാകട്ടെ ഒരു സഞ്ചി നിറയെ കൂടെ ഏറെ ചെറിയ കല്ലുകൾ പെറുക്കിയെടുത്തു കൊണ്ടുവന്നു. ഗുരു വീണ്ടും പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന കല്ലുകൾ ഇടത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുക. ഒന്നാമൻ അയാളുടെ വലിയ കല്ല് അയാൾ ഇടത്ത് തന്നെ തിരികെ കൊണ്ടുവച്ചു. എന്നാൽ രണ്ടാമൻ താൻ ഇത്രയും കല്ലുകൾ എവിടെയൊക്കെ നിന്നാണ് പെറുക്കിയെടുത്തതെന്ന് ഓർമ്മിക്കാനാവാതെ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, നോക്കൂ, തെറ്റ് എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ ഓരോ തവണ തെറ്റുകളിൽ വീഴുമ്പോഴും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നിസ്സാരങ്ങളാണെന്ന് ന്യായീകരിക്കുമ്പോൾ നാം അവ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് പിന്മാറാൻ കഠിനാധ്വാനം നിറഞ്ഞ പരിശ്രമവും ആവശ്യമാണ്.
എന്തായാലും തെറ്റുകളിൽ ഞാൻ വീണുപോയി, പേരുദോഷം കിട്ടി, ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ആ വീണ തെറ്റുകളിൽ നിന്നും എഴുന്നേൽക്കാൻ ഓരോരുത്തർക്കും സാധിക്കണം. വലിയതായാലും ചെറിയതായാലും തെറ്റ് തന്നെയാണ്. മോഷ്ടിക്കുന്നത് ഒരു പേനയായാലും കാറായാലും രണ്ടും മോഷണം തന്നെയാണ്. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവനും കോപ്പി അടിക്കാൻ സഹായിക്കുന്നവനും ഒരുപോലെ തെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിൽ അതൊക്കെ നിസ്സാര തെറ്റുകളാണ് എന്ന് നാം കരുതുമ്പോഴാണ് വീണ്ടും വീണ്ടും നാം അതിൽ തന്നെ വീണുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കണം. തെറ്റുകളിൽ പശ്ചാത്താപിക്കാൻ സാധിക്കണം. തിരുത്താൻ സാധിക്കാത്ത തെറ്റുകളാണ് പലപ്പോഴും പലരെയും നശിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ ജനുവരി 23 വിശുദ്ധ ദമ്പതികളുടെ വിവാഹ തിരുനാൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നു.